കൂട്ടുകാരെ അസ്സാം വലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പം ഞാൻ അത് അടുപ്പിലേക്ക് ഒരു പാന് വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങളിതുവരെ ഇങ്ങനെ ഈ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് എന്തായാലും ട്രൈ ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടാണ് ഇനിയും വീഡിയോകൾ ഇടാനുള്ള പ്രോത്സാഹനം. അപ്പം നമ്മൾ ചട്ടിക്ക് ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3-4 സവാള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ എരിവായിട്ട് കൂട്ടുന്നത് പച്ചമുളകാണ് ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരുന്നത്. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മൂടിയൊക്കെ തുറന്നപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഇഞ്ചും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, അങ്ങനെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് പച്ചക്കുത്തലൊക്കെ മാറുന്നവരേക്ക് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വരുന്നേക്ക് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇതാ നന്നായിട്ട് മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിടുന്നത്. നമ്മളെ പശുവും പാലാണ്, തേങ്ങാപ്പാലൊന്നുമല്ല, പശുവും പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ബൗളിൽ 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഇത് പാലിൻ്റെ ടേസ്റ്റോ ഒന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അടിപൊളിയാണ്. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കുറവേണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറുക്കി വെച്ച ആ അരിപ്പൊടി മിക്സില്ല അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടി കറി വേണമെന്ന് വെച്ചിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറുകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ചൂടാറുന്നതിനനുസരിച്ച് കുറുകി വരും. നല്ല ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി. പശുവും പാലും ഒഴിച്ചിട്ട് അതിൻ്റെ എന്താണ് ടേസ്റ്റ് വ്യത്യാസമോ പാലിൻ്റെ കുത്തലോ ഒന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു വിരുന്നേര് വരാൻ പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കണമെന്നുണ്ടാക്കാം. എന്താ സൂപ്പറായിട്ട് ഉണ്ടാക്കാം. പാൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടല്ലേ, ഇത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ കറിയിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മസാലയിൽ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിത് ഇനി എരിവ്, നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടി കൊടുക്കാം കേട്ടോ. ഇത് പാകത്തിനുള്ള എരിവേ ഉള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി കൂട്ടി കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. നമ്മൾ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ. അപ്പോൾ നമ്മൾ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ വരാം. ബൈ. അസ്സലാമു അലൈക്കും.